प्रश्नकाल के बाद मैं जिन विषयों पर आपने नोटिस दिया है उन विषयों पर मैं चर्चा कराने को तैयार हूं। जितनी देर जितने समय आप चर्चा करना चाहेंगे उतना समय आपको चर्चा के लिए मिलेगा, लेकिन चर्चा प्रश्नकाल के बाद ही होती है। अगर आप सदन में चर्चा करना चाहते हैं तो आप नोटिस दीजिए, मैं प्रश्नकाल के बाद आपको चर्चा करना की अनुमति प्रदान करने के लिए तैयार हूं। आप अगर सदन नियोजित तरीके से नहीं चलाना चाहते, सदन की मर्यादा को नहीं बनाना चाहते तो सदन की कार्रवाई नहीं चलेगी। सदन आज 12 बजे तक के लिए स्थगित किया जाता है। 12 മണി വരെ നിർത്തിവച്ചിരിക്കുന്നു. ബഹളത്തെ തുടർന്ന് ലോക്സഭയിൽ ചർച്ചയ്ക്ക് തയ്യാറാണ്. പക്ഷേ നോട്ടീസ് നൽകിയ ശേഷം ചർച്ചയാകാം എന്നാണ് ഇന്നിപ്പോൾ സ്പീക്കർ അറിയിച്ചിരിക്കുന്നത്. ഇന്നലെ സ്പീക്കർ പാർലമെന്റിലെ പ്രതിഷേധം ബഹളത്തെ തുടർന്ന് സഭ നിർത്തിവച്ചിരിക്കുന്നു. 12 മണി വരെയാണ് സഭ നിർത്തിവച്ചിരിക്കുന്നത്. ചർച്ചയ്ക്ക് തയ്യാറെന്ന് പറയുമ്പോഴും നോട്ടീസ് നൽകിയ ശേഷം ചർച്ചയുമായി ആലോചിക്കാമെന്നുള്ള കാര്യമാണ് സ്പീക്കർ പറയുന്നത്. അതിന്റെ നടപടിക്രമങ്ങളിലൂടെ പോകണമെന്നുള്ളതാണ്. പാർലമെന്റിൽ വലിയ പ്രതിഷേധമാണ് പ്രതിപക്ഷം ഉന്നയിച്ചത്. നോബൽ പാർലമെന്റിൽ പ്രതിപക്ഷം പ്രതീക്ഷിച്ചതുപോലെ വിഷയം ഉന്നയിച്ചിരിക്കുന്നു. ബഹളത്തിൽ കലാശിച്ചു അല്ലേ? പി ആർ സുനിലേക്കാണ്. സുനിൽ, സ്മൃതി, തീർച്ചയായും ഇന്ന് വലിയ പ്രതിഷേധം തന്നെയാണ് പ്രതിപക്ഷം ഉയർത്തിയത്. പാർലമെന്റ് കവാടത്തിൽ കറുത്ത വസ്ത്രം ധരിച്ചായിരുന്നു ഇന്ന് പ്രതിപക്ഷ അംഗങ്ങൾ എത്തിയത്. അതിനുശേഷമാണ് പാർലമെന്റിനുള്ളിൽ വിഷയം ഉന്നയിച്ചത്. ഇന്ന് ഏതാണ്ട് എല്ലാ പാർട്ടികളും, പ്രതിപക്ഷത്തുള്ള എല്ലാ പാർട്ടികളും നീറ്റ് വിഷയവും വിദ്യാർത്ഥികളെ തല്ലിച്ചതച്ച വിഷയവുമൊക്കെ ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് നോട്ടീസ് നൽകിയിരുന്നു. പക്ഷേ സ്പീക്കർ ഓം ബിർള വ്യക്തമാക്കിയത് ചർച്ചയ്ക്ക് കേന്ദ്ര സർക്കാർ തയ്യാറാണ്, എന്നാൽ ചോദ്യോത്തരവേള തടസ്സപ്പെടുത്തിക്കൊണ്ട് ചർച്ച ചെയ്യാനാകില്ല എന്നാണ് സ്പീക്കർ വ്യക്തമാക്കിയത്. അതുകൊണ്ട് ചോദ്യോത്തരവേള മുന്നോട്ട് കൊണ്ടുപോകാൻ അനുവദിക്കണം. 11 മണി മുതൽ 12 മണി വരെ ചോദ്യോത്തരവേളയാണ്. ചോദ്യോത്തരവേളയ്ക്ക് ശേഷം അക്കാര്യം പരിഗണിക്കാം എന്നാണ് സ്പീക്കർ വ്യക്തമാക്കിയത്. അതേസമയം സഭാ നടപടികൾ നിർത്തിവെച്ച് ഉടൻ തന്നെ ചർച്ച വേണം എന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം നടുത്തളത്തിലേക്ക് ഇറങ്ങുകയായിരുന്നു. ഇന്നലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ അടക്കം ഉള്ള പ്രതിപക്ഷ നേതാക്കളെ പോലീസ് കൈകാര്യം ചെയ്ത രീതിയിലടക്കം ചർച്ചയാണ് പ്രതിപക്ഷം ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ വലിയ പ്രതിഷേധമുയർത്തി ചർച്ച എന്ന ആവശ്യം ഉടൻ അംഗീകരിക്കാനാകില്ല എന്ന് സ്പീക്കർ വ്യക്തമാക്കുകയും 12 മണിവരെ സഭ നിർത്തിവെക്കുകയുമായിരുന്നു. അങ്ങനെ ലോക്സഭ പിരിഞ്ഞു. രാജ്യസഭയിലും ഇപ്പോൾ ഇതേ വിഷയം ശക്തമായി തന്നെ പ്രതിപക്ഷം ഉന്നയിക്കുകയാണ്. കറുത്ത വസ്ത്രമണിഞ്ഞാണല്ലേ കോൺഗ്രസ് അംഗങ്ങൾ പാർലമെന്റിലെത്തിയിരിക്കുന്നത്? പ്രതിപക്ഷ നേതാവ് അടക്കം എല്ലാവരും ഇന്ന് കറുത്ത വസ്ത്രം ധരിച്ചുകൊണ്ടാണ് ഇന്ന് പാർലമെന്റിൽ എത്തിയിരിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കൾ, കെ സി വേണുഗോപാലിനെ കാണാൻ ആചരിക്കുകയാണ്. ഇപ്പോൾ രാജ്യസഭയിലും ബഹളമാണ്. രാജ്യസഭയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ കാണാം. പുറത്ത് ഇറങ്ങിയ പ്രതിപക്ഷാംഗങ്ങൾ പ്ലക്കാർഡുകളുമായി പ്രതിഷേധം അറിയിക്കുന്നുണ്ട്. രാജ്യസഭാ ദൃശ്യങ്ങൾ. श्रीमान बंडी संजय कुमार जी, मैं आज की पुनर्निश्चित कार्यसूची में क्रम संख्या 1C पर मेरे नाम के समूह के लिए दस्तावेज सभा पर रखता हूँ। श्रीमान सुगंध मजुमदार जी. നോബൽ മാരിക്കാരൻ. നോബൽ, ഇപ്പോൾ ലോക്സഭ 12 മണി വരെ നിർത്തിവച്ചിരിക്കുന്നു. കറുത്ത വസ്ത്രം അണിഞ്ഞിറങ്ങിയ കോൺഗ്രസ് എംപിമാരടക്കം പ്രതിപക്ഷാംഗങ്ങൾ പുറത്തേക്കിറങ്ങി പ്ലക്കാർഡുകളുമായി പ്രതിഷേധിക്കുകയാണോ? രാജ്യസഭയിലും ഇപ്പോൾ ബഹളം തുടങ്ങുകയാണ്. എന്താണ് പാർലമെന്റിലെ സാഹചര്യം? സ്മൃതി, പാർലമെന്റിൽ ലോക്സഭാ നടപടികൾ ഇപ്പോൾ 12 മണി നിർത്തിവെച്ചിരിക്കുന്നു. രാജ്യസഭയിലും പ്രതിപക്ഷ പ്രതിഷേധത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. പ്രധാനമായും ഇന്നലെ പ്രതിപക്ഷ നേതാവ്, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള ആൾക്ക് എതിരെ ഉണ്ടായ നടപടി അടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് എന്താണെങ്കിലും പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ ഇന്നലത്തെ പ്രധാനപ്പെട്ട പ്രതിഷേധം എന്ന് പറയുന്നത് ഇന്നലെ നേതാക്കൾക്കെതിരായ പോലീസ് നടപടി. അതോടൊപ്പം തന്നെ ഇന്ന് രാവിലെ പാർലമെന്റ് കവാടത്തിൽ പ്രതിഷേധം ഉണ്ടായിരുന്നു. അതിന് തുടർച്ചയാണ് ഇപ്പോൾ രാജ്യസഭയ്ക്ക് അകത്ത് നമുക്ക് കാണാൻ കഴിയുന്നത്. പ്രധാനപ്പെട്ട കാര്യം, ഇന്നലെ നടന്ന പ്രതിഷേധങ്ങളിൽ ശക്തമായ നിലപാടാണ് കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ കക്ഷി ഇപ്പോൾ എടുത്തിരിക്കുന്നത്. ധർമ്മേന്ദ്ര പ്രധാൻ അടക്കമുള്ള കാര്യങ്ങൾ ഇതിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. രാജ്യസഭയിൽ നേരത്തെ തന്നെ എംപിമാരായ എ റഹീം, അതോടൊപ്പം തന്നെ പി ശിവദാസൻ, ജോൺ പിട്ടാസ് അടക്കമുള്ള ആളുകൾ ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നോട്ടീസുകൾ നൽകിയിരുന്നു. ആ നോട്ടീസുകൾ എന്താണെങ്കിലും പരിഗണിക്കാത്ത പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഈ ചർച്ചയിൽ തടസ്സങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട്, പ്രത്യേകിച്ച് സഭാ നടപടിയിൽ പ്രതിഷേധം സംഘടിപ്പിച്ചുകൊണ്ട് ഇപ്പോൾ എന്താണെങ്കിലും പ്രതിപക്ഷം മുന്നോട്ട് പോകുന്നത്. ശക്തമായ പ്രതിഷേധത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്ന കാര്യത്തിൽ സംശയമില്ല. ലോക്സഭ പിരിഞ്ഞതിന് പിന്നാലെ രാജ്യസഭയും ഉടൻ തന്നെ പിരിയും എന്ന സൂചന പുറത്തേക്ക്. ചോദ്യോത്തരവേളയ്ക്ക് ശേഷം ചർച്ച പരിഗണിക്കാമെന്നല്ലേ സ്പീക്കർ പറഞ്ഞത്? യഥാർത്ഥത്തിൽ പാർലമെന്റിന്റെ ഇരുസഭകളിലും പ്രധാനമന്ത്രിയുടെ പ്രസ്താവന, പ്രധാനമന്ത്രി മറുപടി പറയണമെന്നുള്ളതല്ലേ പ്രതിപക്ഷത്തിന്റെ ആവശ്യം?
എന്താണ് സംഭവിച്ചത് എന്ന കാര്യത്തിൽ പ്രധാനമന്ത്രി നേരിട്ടെത്തി കാര്യങ്ങൾ വിശദീകരിക്കണം എന്ന് പ്രതിപക്ഷം ആവശ്യപ്പെടുന്നുണ്ട്. ധർമ്മേന്ദ്ര പ്രധാൻ രാജി ആവശ്യപ്പെടുന്നുണ്ട്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലെ സംഘർഷങ്ങളിൽ പ്രവർത്തകർക്ക്, പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾക്കും യുവജനങ്ങൾക്കും എതിരെ എടുത്ത കേസുകൾ റദ്ദാക്കണമെന്ന ആവശ്യമുണ്ട്. അങ്ങനെ നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചു. ഒപ്പം ഇന്നലെ പ്രതിപക്ഷ നേതാക്കൾ, പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി അടക്കമുള്ള ആൾക്കെതിരെ എടുത്ത നിലപാടിലടക്കമാണ് ഇപ്പോൾ എന്താണെങ്കിലും പ്രതിഷേധം മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് രാജ്യസഭയിൽ നോട്ടീസുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് പിന്നാലെ നോട്ടീസ് തള്ളും എന്ന് മനസ്സിലാകുന്നു. അതിന് പിന്നാലെ പ്രതിഷേധം കൂടുതൽ ശക്തമാകാനുള്ള സാധ്യതയാണ് എന്താണെങ്കിലും ഉള്ളത്. ശക്തമായ പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ കടക്കും എന്ന് ഏറെക്കുറെ ഉറപ്പാണ്. എന്താണെങ്കിലും രാജ്യസഭയിൽ ബഹളം ആരംഭിച്ചിട്ടുണ്ട്. ആ ബഹളം അല്പസമയത്തിന് കൂടുതൽ ശക്തമായ പ്രതിഷേധമായി മാറും. അതോടെ ഒരുപക്ഷേ രാജ്യസഭയും പിരിയും എന്നാണ് നമ്മൾ വിലയിരുത്തുന്നത്. ശരി, പ്രതിപക്ഷം പാർലമെന്റിനകത്ത് പ്രതിഷേധിച്ചിരിക്കുന്നു. കറുത്ത വസ്ത്രമണിഞ്ഞ കോൺഗ്രസ് എംപിമാർ, പ്രതിഷേധവുമായി മറ്റ് ഇന്ത്യ മുന്നണി അംഗങ്ങളും കൂടി. സുനിൽ, ഇപ്പോൾ പ്രതിപക്ഷം ഒറ്റക്കെട്ടാണ്. നീറ്റ് വിഷയം അതൊരു പ്രക്ഷോഭ വിഷയമാക്കി തന്നെ ഇന്ത്യ മുന്നണിയെ ഒന്നിപ്പിച്ചിരിക്കുന്നു എന്ന് വേണം കരുതാൻ. ഇപ്പോൾ ശരത് പവാർ പക്ഷം ഇന്ത്യയിലേക്ക് പോകുമെന്നുള്ള സൂചനകൾക്കിടെ ഇന്നലെ സുപ്രിയ സുലെയും ആ പ്രതിഷേധത്തിന്റെ ഭാഗമായി എത്തിയെന്നുള്ള കൗതുകം കൂടിയുണ്ട്. തീർച്ചയായും പ്രതിപക്ഷ നിരയിൽ വലിയൊരു ഐക്യം തന്നെ രൂപപ്പെട്ടിരിക്കുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമുക്കറിയാം, പശ്ചിമബംഗാൾ തെരഞ്ഞെടുപ്പിന് ശേഷം തൃണമൂൽ കോൺഗ്രസിലെ 20 അംഗങ്ങളെ അടർത്തിയെടുത്തുകൊണ്ട് പ്രതിപക്ഷ നിരയിൽ വലിയ വിള്ളൽ തന്നെ ഉണ്ടാക്കാൻ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന്, മോദി സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ശ്രമം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് ശിവസേനയിൽ വലിയ പിളർപ്പുണ്ടാക്കാൻ ശ്രമിച്ചത്, അതുപോലെ NCPയിൽ പിളർപ്പുണ്ടാക്കാൻ ശ്രമിച്ചത്, DMKയെ ഒപ്പം കൂട്ടാനുള്ള നീക്കങ്ങൾ. ഏതായാലും അതിനെല്ലാം ഇപ്പോൾ ഈ ഒരു നീറ്റ് വിഷയവും യുവാക്കളുടെ പ്രതിഷേധവും അതിന് പിന്നാലെ ഇന്നലെ പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികളിലെ, പ്രത്യേകിച്ച് സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ് ഉൾപ്പെടെയുള്ളവർക്ക് നേരെ നടന്ന പോലീസ് നടപടി, ഈ വിഷയങ്ങളൊക്കെ തന്നെ ഇപ്പോൾ പ്രതിപക്ഷ നിരയിൽ കൂടുതൽ കരുത്ത് നൽകിയിരിക്കുന്നുവെന്ന് നമുക്ക് പറയാം. ഇന്ന് പ്രതിപക്ഷം കറുത്ത വസ്ത്രം ധരിച്ചാണ്. അപ്പോൾ എല്ലാ പ്രതിപക്ഷ നേതാക്കളും ആ നിരയിൽ നമുക്ക് കാണാൻ കഴിയും. രാജ്യത്തെ ഏതാണ്ട് എല്ലാ പ്രതിപക്ഷ പാർട്ടികളുടെയും നേതാക്കളുണ്ട്. അഖിലേഷ് യാദവിനെ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ രാഹുൽ ഗാന്ധി ആയാലും പ്രിയങ്ക ഗാന്ധി ആയാലും അതുപോലെ മറ്റ് പ്രതിപക്ഷ നിരയിലെ RJD ഉൾപ്പെടെയുള്ള പാർട്ടികളെല്ലാം തന്നെ ഇന്ന് കറുത്ത വസ്ത്രം ധരിച്ചുകൊണ്ടാണ് ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായി എത്തിയിരിക്കുന്നത്. ആ നിലയിൽ പാർലമെന്റിനുള്ളിൽ കറുത്ത വസ്ത്രം ധരിച്ചുകൊണ്ടുവന്ന് രാജ്യത്തെ ഈ വിലങ്ങണിയിക്കുന്ന അവസ്ഥയിലേക്ക് രാജ്യത്തെ ജനാധിപത്യ സംവിധാനം നീളുന്നു എന്ന സന്ദേശം ഉയർത്തിപ്പിടിക്കാനായി ശക്തമായ പ്രതിഷേധവുമായി പ്രതിപക്ഷം മുന്നോട്ട് പോവുകയാണ്. പാർലമെന്റിന്റെ മുൻവശത്തെ കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. പഴയ പാർലമെന്റ് മന്ദിരത്തിൽ ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിലായിട്ടാണ് പ്രതിപക്ഷ അംഗങ്ങൾ പ്ലക്കാർഡുകൾ ഉയർത്തിപ്പിടിച്ച് കറുത്ത വസ്ത്രം ധരിച്ച് മുദ്രാവാക്യം മുഴക്കി വലിയ പ്രതിഷേധം അല്പസമയം മുമ്പ് നടത്തിയത്. അതിനുശേഷമാണ് പിന്നീട് ഈ അംഗങ്ങൾ സഭയ്ക്കുള്ളിലേക്കെത്തി പ്രതിഷേധം ശക്തമാക്കിയത്. പ്രതിപക്ഷ നേതാവിനെ പോലീസ് ആക്രമിച്ച സംഭവത്തിലും യുവാക്കളെ പോലീസ് മർദ്ദിച്ച സംഭവത്തിലും പാർലമെന്റിൽ അടിയന്തര ചർച്ച വേണം എന്നാണ് ഇന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടത്. അതിന് സ്പീക്കർ തയ്യാറായില്ല. 12 മണിക്ക് ശേഷം, ചോദ്യോത്തരവേളയ്ക്ക് ശേഷം അക്കാര്യം ആലോചിക്കാം എന്ന നിലപാടാണ് സ്പീക്കർ സ്വീകരിച്ചത്. അത് പ്രതിപക്ഷം അംഗീകരിച്ചില്ല. നടുത്തളത്തിലേക്ക് ഇറങ്ങി ശക്തമായ മുദ്രാവാക്യം മുഴക്കി. ഏതായാലും ഇപ്പോൾ സഭ പ്രക്ഷുബ്ധമായിരിക്കുന്നു. ലോക്സഭ നിർത്തിവെച്ചിരിക്കുന്നു. രാജ്യസഭയിലും ഇപ്പോൾ പ്രതിഷേധത്തെ തുടർന്ന് രാജ്യസഭാ നടപടികളും ഇപ്പോൾ നിർത്തിവെച്ചിരിക്കുകയാണ്. ഇരുസഭകളും പ്രതിപക്ഷ പ്രതിഷേധം അലയടിക്കുകയാണ്. പ്രതിപക്ഷം കറുത്ത വസ്ത്രമണിഞ്ഞ് ഇന്ന് കരിദിനം ആചരിക്കുകയാണ്.